സലീം കുമാർ മരണപ്പെട്ടു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ ഇന്നലെ സലീം കുമാറിനെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ മുതൽ ആ വാർത്ത വരുന്ന ചാനലുകളുടെ കമന്റ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ വൃത്തികെട്ട മനുഷ്യർ, കുറെ കരുണയില്ലാത്ത മനുഷ്യരുടെ കമന്റ് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഇടുന്നുണ്ട് ആ കമന്റുകൾ, നിങ്ങളൊക്കെ വായിക്കണം. ആ മനുഷ്യർ ആരാണെന്ന് അവരുടെ പ്രൊഫൈലുകൾ കയറി നിങ്ങൾ നോക്കണം. സ്വന്തം രാഷ്ട്രീയം തുറന്നു പറഞ്ഞതുകൊണ്ട് താൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഉറച്ചു പറഞ്ഞ വ്യക്തിയാണ് സലീം കുമാർ. തന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പിണറായി വിജയനെ വിമർശിച്ചു, CPM-നെ വിമർശിച്ചു, കമ്മ്യൂണിസത്തെ വിമർശിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ കമന്റ് ബോക്സുകളിൽ വന്ന ഓരോ കമന്റുകളിൽ നിങ്ങൾ നോക്കുക. എത്ര ക്രൂരരാണ് ഇവര് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. എത്ര ക്രൂരമായിട്ടാണ് ആ കമന്റുകൾ ഓരോന്നും. നിനക്കിത് കിട്ടണം, നിനക്ക് ഇങ്ങനെ തന്നെ വരണം എന്നുള്ള രീതിയിൽ എങ്ങനെ കമന്റ് ഇടാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവർക്കും രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടാവും. എല്ലാവർക്കും ഓരോ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളാനും അവകാശമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തെ ഒരാൾ വിമർശിക്കുമ്പോൾ സഭ്യമായിട്ട് നമുക്ക് തിരിച്ചു വിമർശിക്കാം, നമുക്ക് ചെറുത്തുനിൽപ്പ് നടത്താം. പക്ഷെ ഒരു മനുഷ്യന്റെ രോഗാവസ്ഥയിൽ പോലും അദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ട് അധിക്ഷേപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നീതിയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തോട് നീതി പുലർത്തുന്നത്? ഇത് നിങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള സ്നേഹമല്ല, നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ അഴുക്കിന്റെ, നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ക്രൂരതയുടെ മുഖമാണ് പുറത്തു വരുന്നത്. എന്തു പറഞ്ഞ് നിങ്ങൾ ഇതിനെയൊക്കെ ന്യായീകരിക്കും? ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എതിർ രാഷ്ട്രീയം പറയുന്നവരെ, നിങ്ങളുടെ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരെ കൊന്നൊടുക്കിയിട്ട് 51 വെട്ടുകൾ വെട്ടി ക്രൂരമായി കൊന്നിട്ട് പോലും നിങ്ങൾ എപ്പോഴും BGM ഇട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടും, അതാണ് മാർസിസം. ഇതാണോ മാർസിസം? ഇതാണോ നിങ്ങൾ പഠിച്ച കമ്മ്യൂണിസം? ഇതാണോ നിങ്ങൾ ലോകത്തിന് കമ്മ്യൂണിസം എന്ന ആശയത്തിലൂടെ കൊടുക്കുന്ന സന്ദേശം? ഒരാളുടെ മരണത്തിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചികഞ്ഞു നോക്കി തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ട് അധിക്ഷേപിക്കുന്നതാണോ നിങ്ങൾ കമ്മ്യൂണിസത്തിലൂടെ പഠിച്ച മാർസിസം? ആണോ? അതാണ് മാർസിസമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പഠിച്ച കമ്മ്യൂണിസം അല്ല യഥാർത്ഥ കമ്മ്യൂണിസം. നിങ്ങൾ കാണിക്കുന്നത് പിണറായിസമാണ്. നിങ്ങൾ കാണിക്കുന്നത് അന്ധമായ രാഷ്ട്രീയ വിരോധമാണ്. ഒരു നാൾ എല്ലാത്തിനും നിങ്ങളോട് പകരം ചോദിക്കും. ഒരിക്കലും മനുഷ്യരായിരിക്കില്ല നിങ്ങളോട് പകരം ചോദിക്കുന്നത്, കാലം നിങ്ങളോട് പകരം ചോദിക്കും. കാരണം മനസാക്ഷി എന്നൊന്നുണ്ട്. അത് കമ്മ്യൂണിസത്തെക്കാളും മറ്റേതൊരു ആശയത്തെക്കാളും വലുതാണ് മനുഷ്യത്വം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും.